الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وآله وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ, അള്ളാഹുവിന്റെ വിധിവിലക്കുകളെ കുറിച്ച് സദാ കേൾക്കുകയും ചിന്തിക്കുകയും അതനുസരിച്ച് ജീവിക്കാൻ പരിശ്രമിക്കുകയും അതിന്റെ തൗഫീഖിനായി സദാ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടിരിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഒക്കെ ആമുഖമായി ഉപദേശിക്കുകയാണ്. പ്രതിസന്ധികൾ നീങ്ങുമെന്ന ശുഭപ്രതീക്ഷകൾ നമുക്ക് ഒരു ഭാഗത്ത് നിന്നൊരു തെളിനീർ കാറ്റുപോലെ വരുമ്പോൾ തന്നെ കടുത്ത ഇടിയും മിന്നലുമൊക്കെ അപ്പുറത്തെ ചക്രവാളങ്ങളിൽ നമ്മളോടൊപ്പം തന്നെയുണ്ട് എന്നത് നമ്മളെയൊക്കെ ചെറിയ തോതിലൊക്കെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. നാം കഴിഞ്ഞ ആഴ്ച സംസാരിച്ചിരുന്നു, പ്രതിസന്ധികൾ പുറത്തും വിശാലത അകത്തും ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നതിനെ കുറിച്ച് നമ്മൾ ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അള്ളാഹു ഏകനായ അള്ളാഹുവിനെ കുറിച്ച് അറിയേണ്ട പ്രകാരം അറിഞ്ഞംഗീകരിക്കുന്ന തൗഹീദ്, അതാണ് ഒരു മനുഷ്യനെ, ഒരു വിശ്വാസിയെ ഭൂമിയിൽ പതറാതെ പിടിച്ചു നിർത്തുന്നത്. പതറാത്ത പാദങ്ങളും പതറാത്ത കരളും ഒരു വിശ്വാസിക്ക് നൽകുന്നത് അവന്റെ തൗഹീദാണ്. അള്ളാഹുവിനെ കുറിച്ചുള്ള അവന്റെ അറിവ്, അള്ളാഹുവിലുള്ള ഉറച്ച വിശ്വാസം. അള്ളാഹു അറിയാതെ ഒരു ഇല പോലും ഈ ഭൂമിയിൽ അനങ്ങുന്നില്ല. കൂരിരുട്ടിലെ കറുത്ത പാറയിൽ നീങ്ങിക്കൊണ്ടിരിക്കുന്ന കട്ടുറുമ്പിനെ പോലും അള്ളാഹുവിന്റെ ദൃഷ്ടിയിൽ നിന്ന് മാറ്റിവെക്കാൻ സാധിക്കുകയില്ലെന്ന അറിവ്, അത് അതാണ് അവന് കൊടുക്കുന്ന സന്ദേശം. അതുള്ളവനാണ്. അതേപോലെ തന്നെ നമ്മൾ പറഞ്ഞു, എല്ലാ തെറ്റുകളിൽ നിന്നും അള്ളാഹുവിലേക്കുള്ള ഒരു തിരിച്ചോട്ടമുണ്ട്. ആ തിരിച്ചോട്ടം ആരംഭിക്കുന്നവൻ, അവന്റെ ഹൃദയത്തിന് അള്ളാഹു വിശാലത നൽകിക്കൊണ്ടിരിക്കും. അതേപോലെ തന്നെ നമസ്കാരം കൊണ്ട് നിങ്ങൾ അള്ളാഹുവിനേക്ക് കൂടുതൽ അടുക്കുമ്പോ നിങ്ങളുടെ ഹൃദയത്തിന് അള്ളാഹു വിശാലത നൽകും. കാരണം ഈ അർത്ഥത്തിലുള്ള ഇസ്ലാം നമ്മളിലേക്ക് ഇറങ്ങി വരുന്നതിനനുസരിച്ചാണ് നമ്മുടെ ഹൃദയത്തെ അള്ളാഹു വിശാലമാക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് അള്ളാഹു ആർക്കെങ്കിലും ഇസ്ലാമിനെ കൊടുക്കാൻ തീരുമാനിച്ചാൽ അള്ളാഹു അവന് കൊടുക്കുന്ന ആദ്യത്തെ അനുഗ്രഹം എന്താണെന്നാ പറഞ്ഞത്? ശറഹല്ലാഹു സദ്റഹു, അള്ളാഹു അവന്റെ ഹൃദയത്തെ ഇങ്ങനെ വികസിപ്പിച്ചു കൊടുക്കും, എല്ലാം ഉൾക്കൊള്ളാൻ കഴിയുന്ന രീതിയിൽ. ഇനി ഈ മൂന്ന് കാര്യങ്ങൾക്ക് ശേഷമുള്ള നാലാമത്തതും അഞ്ചാമത്തതും ആറാമത്തതുമായ മറ്റു മൂന്ന് വഴികളെ കുറിച്ച് നമ്മൾ അന്വേഷിക്കുമ്പോ നമുക്ക് കാണാൻ കഴിയുന്ന ഒന്നാണ് ഖുർആൻ നിരന്തരമായി കൈവിടാതെ പാരായണം ചെയ്യുക എന്നത്. ദുഃഖകരമെന്ന് പറയട്ടെ, വിശ്വാസികളിൽ പല ആളുകളും റമദാൻ പോയതോടുകൂടി
ഖുർആനും അവന്റെ കയ്യിൽ നിന്ന് പറന്നുപോയിട്ടുണ്ട്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അള്ളാഹു അത് തിരിച്ചു പിടിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഖുർആൻ എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ എല്ലാവിധ അവന്റെ ഹൃദയങ്ങളുടെ രോഗങ്ങൾക്കുള്ള ശമനം കൂടിയാണ്. അത് കുറെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പഠിപ്പിക്കുന്ന ഒരു ഗ്രന്ഥമല്ല. കുറെ കുറെ നിയമങ്ങളുടെ ഒരു സമാഹാരമല്ല. മറിച്ച് അല്ലാഹ് എന്താ ഖുർആനിനെ കുറിച്ച് നമ്മളോട് പറഞ്ഞത്? ഖദ് ജാഅതുകും മൗഇളതും മിർ റബ്ബികും. നിങ്ങളുടെ റബ്ബിന്റെ അടുക്കൽ നിന്ന് നിങ്ങൾക്കിതാ ഒരു ഉപദേശം വന്ന് കിട്ടിയിട്ടുണ്ട്. ശരിയാണ്, അതിൽ ഉപദേശങ്ങളുണ്ട്. ഡു ആൻഡ് ഡു നോട്ട്, എന്തൊക്കെ ചെയ്യണം ചെയ്യണ്ട എന്നതിലുണ്ട്. പക്ഷെ അത് മാത്രമാണോ ഖുർആൻ? അതോടൊപ്പം അല്ലാഹ് അതിൽ പലതിനെയും ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അത് പിടിച്ചെടുക്കാൻ, അത് സ്വീകരിക്കാൻ, അത് കരഗതമാക്കാൻ ഒരു വിശ്വാസിക്ക് കഴിയണം. അതെന്താണ്? വശിഫാഉൽ ലിമാ ഫിസ് സുദൂർ. സുബ്ഹാനല്ലാഹ്, ലോകത്ത് ആർക്കുണ്ട് അങ്ങനെ ഒരു ആശ്വാസം? വശിഫാഉൽ ലിമാ ഫിസ് സുദൂർ. നിങ്ങളുടെ നെഞ്ചകങ്ങളിലുള്ള പലതിനുമുള്ള മരുന്നാണത്. ശിഫാണ്. അതാണ് ക്യൂർ. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ നെഞ്ചകങ്ങളിൽ, പലരും പുറത്തുനിന്ന് നോക്കിയിട്ട് കാണാത്ത, ഇസ്തിരി ചുളിയാത്ത വസ്ത്രം, നല്ല ഒലീവ് പോലത്തെ സ്കിന്ന്, മുഖത്തെപ്പോഴും കണ്ടാൽ തരക്കേടില്ല, അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളുണ്ട്, നല്ല വിലപിടിപ്പുള്ള കാറ്, ആളുകൾ അതൊക്കെ ഇട്ടിട്ടാ നമ്മളെ വിലയിരുത്തുക. പിരിവിന് വരുമ്പോ ആളുകൾ അങ്ങനെയാണല്ലോ, അയാളെ പെട്ടാൽ അങ്ങനെയാണ്, അത് കാര്യമായി എന്തെങ്കിലും തടയും. അതൊന്നുമല്ല, അതൊക്കെയുള്ള കൊട്ടാരങ്ങളിൽ വസിക്കുന്നവന്റെയും ഹൃദയം കുടിസമായി മിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പലയിടത്തും. എന്നാൽ കുടിലിൽ താമസിക്കുന്നവൻ ആകാശവിശാലമായ ഹൃദയത്തിന്റെ സന്തോഷത്തിൽ കഴിഞ്ഞുകൂടുന്നവരുണ്ട്. ഇതെവിടെ നിന്നാണ്? ഹൃദയത്തിനെ ബാധിക്കുന്ന ഒരുപാട് രോഗങ്ങൾ. ആ രോഗങ്ങൾ അവന് അള്ളാഹു ശിഫ നൽകും എന്ന് അള്ളാഹു പറയുന്നുണ്ട്. അതുകൊണ്ട് കാരണം ഖുർആൻ ഒരിക്കലും എന്തു മാത്രമല്ല, കുറെ ഉപദേശങ്ങൾ മാത്രമല്ല, ഉത്കണ്ഠയും ദുഃഖവും അസൂയ, സംശയം തുടങ്ങി ഹൃദയത്തെ വീർപ്പുമുട്ടിക്കുന്ന എല്ലാ രോഗങ്ങൾക്കും ഖുർആൻ മരുന്നാണ്. ഖുർആൻ ഒരു മൗഇളത്ത് മാത്രമല്ല, അത് ശിഫാണ് എന്ന് പറയുന്നത് ഖുർആൻ ചിന്തയോടുകൂടി ഓതുമ്പോഴാണ്. കേവലം ഖുർആൻ എടുത്ത് പാരായണം ചെയ്ത് ഒരുപക്ഷെ അതിന്റെ ബർക്കത്ത് കൊണ്ടല്ല ചില ഗുണങ്ങളൊക്കെ നമുക്ക് നൽകും. പക്ഷെ അതല്ല ഖുർആനിന്റെ മേജർ പർപ്പസ്. ഖുർആൻ എന്താണ്? ഖുർആൻ അള്ളാഹു നിങ്ങളോട് സംസാരിക്കാണ്. അതിന് റെസ്പോണ്ട് വേണം. നിങ്ങൾ ഒരാള് സംസാരിക്കുമ്പോ മിണ്ടാതെ അങ്ങനെ ഇരിക്കുക. നീ എന്താണ് ഒന്നും പറയാത്തേ? ഞാൻ പറയുന്നൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ലേ? അല്ലെ, ഇതൊക്കെ ഞാൻ അവഗണിക്കണം എന്ന് ചോദിക്കലില്ലേ? ഒരു പ്രതികരണവും ഇല്ലെങ്കിൽ, ഒരു മുഖത്ത് പോലും ഒരു എക്സ്പ്രഷൻ ഇല്ലെങ്കിൽ, എന്നാ നിങ്ങൾക്കറിയോ ഖുർആൻ അള്ളാഹു നമ്മളോട് സംസാരിക്കുകയാണെങ്കിൽ നമുക്ക് റിയാക്ഷൻ ഉണ്ടാവണ്ടേ? റെസ്പോൺസ് ഉണ്ടാവണ്ടേ? റിഫ്ലക്ഷൻ ഉണ്ടാവണ്ടേ? ഉണ്ടാവണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ ഓതിയത് എന്താ? ഇങ്ങനെ ഓതിപ്പോകരുതോ? എത്ര ഫ്ലിപ്പ് ചെയ്യാ, എത്ര പേജുകൾ ഇങ്ങനെ തട്ടിമറിച്ചിട്ടു എന്നതിനേക്കാളും ഖുർആൻ നിങ്ങളെ എത്ര മാറ്റി എന്നതാണ് നിങ്ങൾ പരിശോധിക്കേണ്ടത്. ഖുർആനിനെ കുറിച്ച് അല്ലാഹ് പറഞ്ഞെന്താ? അഫലാ യതദബ്ബറൂനൽ ഖുർആൻ അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹാ. നിങ്ങൾ ഖുർആനിനെ കുറിച്ച് ചിന്തിക്കുന്നില്ലേ? അപ്പൊ ചിന്തയോടുകൂടി പാരായണം ചെയ്യണം. അതല്ല ഹൃദയം പൂട്ടിയിട്ടതാണോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബികൾ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ അതിന് റെസ്പോൺസ് ഉണ്ടായിരുന്നു. അള്ളാഹുവിന്റെ പ്രവാചകനെ കുറിച്ച്, പാരായണത്തെ കുറിച്ച് പറയുന്നുണ്ട്. നബി സ്വർഗത്തെ കുറിച്ച് പരാമർശിക്കുന്ന ഭാഗത്തൂടെ പോകുമ്പോ സ്വർഗം ചോദിക്കും. നബി നരകത്തെ കുറിച്ച് പരാമർശിക്കുന്നിടത്തൂടെ പോകുമ്പോ നരകത്തിൽ നിന്ന് രക്ഷ തേടും. റെസ്പോണ്ടാണ്. സഹാബികൾ കരഞ്ഞത് എങ്ങനെയാണ്? പോകട്ടെ, നമ്മളൊക്കെ ഖുർആൻ ഓതുമ്പോൾ ചെയ്യുന്ന ഒരു സംഗതിയില്ലേ? സുജൂദ് ചെയ്യുന്നു. അതെന്താ? നമ്മളത് അടയാളം നോക്കിയിട്ടാ ചെയ്യുന്നത്. ഖുർആനിൽ 15 സ്ഥലത്ത് സുജൂദുണ്ട്. അത് നമസ്കാരത്തിലാണെങ്കിലും ചെയ്യും. അതിലൊരു ആ സുജൂദ് നമ്മൾ അടയാളം കാണുന്നത് കൊണ്ടാ. എന്നാൽ സത്യത്തിൽ അവിടുത്തെ സുജൂദ് എന്താ? അത് റിയാക്ഷനാണ്. അതിലൂടെ കടന്നു പോകുമ്പോ അവിടെ ആകാശഭൂമികൾ അല്ലാഹുവിന് നിർബന്ധിതരായോ സ്വമതയായോ അവർ സുജൂദിൽ വീഴുന്നു. സുജൂദില്ല, നിങ്ങൾ അല്ലാഹുവിന് സുജൂദ് ചെയ്യണം. സൂര്യനെയും ചന്ദ്രനെയും അല്ല, നിങ്ങൾ സൂര്യനെയും ചന്ദ്രനെയും സൃഷ്ടിച്ചവനായ റബ്ബിനാണ് സുജൂദ് ചെയ്യേണ്ടത് എന്നൊക്കെ പറയുന്ന ആ സ്ഥലത്തെത്തുമ്പോ നമ്മൾ സുജൂദ് ചെയ്യാൻ അത് റെസ്പോണ്ടാണ്. അങ്ങനെ ഖുർആനിനെ അറിഞ്ഞ് ആ ഒരു സ്റ്റേജിലേക്ക് ഖുർആനുമായുള്ള ബന്ധം ഉണരണം.
ഖുർആൻ നമ്മളെ സംസാരിക്കണം, ഖുർആനിനോട് തിരിച്ച് നമ്മൾ സംസാരിക്കണം. അങ്ങനെ അതിന്റെ ഫീലിങ്സ് നമ്മുടെ കൈകളിൽ ഉണ്ടാവണം, ഹൃദയത്തിൽ ഉണ്ടാകണം. അതാണ് ഖുർആനിന്റെ ഏറ്റവും നല്ല സംസാരം അല്ലേ? അഹ്സനുൽ ഹദീസ്. ഖുർആനിനെ കുറിച്ച് ഖുർആൻ അള്ളാഹു പറയുന്നത് ലോകത്തെ ഏറ്റവും എന്താ പറയാ, രോമാഞ്ചം ഉണ്ടാക്കുന്ന സംസാരം ഖുർആനാണ്. ചില ആളുകളുമായിട്ടൊക്കെ നമ്മൾ കുറച്ചു നേരം സംസാരിച്ചാൽ നമുക്ക് ബന്ധമില്ലാത്ത ഡോപ്പമിൻ വർദ്ധിക്കില്ലേ? അങ്ങനെ അപ്പോഴത്തെ ഭാഷയെ പറയാം. ഖുർആനുമായിട്ട് സംസാരിക്കുമ്പോ നമുക്ക് ഡോപ്പമിൻ കൂടുകയാണോ ചെയ്യുന്നത്, അതോ കുറയാണോ ചെയ്യുന്നത്? അല്ലാഹു പറയാണ് അഹ്സനുൽ ഹദീസ്. എന്താണ് അത്? തഖ്ശഇറ ജുലൂദുൽ ലദീന യഖ്ശൗന റബ്ബഹും സുമ്മ തലീനു ജുലൂദുഹും വഖുലൂബുഹും ഇലാ ദിക്രില്ലാഹ്. ഖുർആൻ ഇങ്ങനെ ഓതിപ്പോയാലേ ആ സുന്ദരമായ വർത്തമാനം ഉണ്ടല്ലോ, ആ വർത്തമാനം ഒരു വിശ്വാസി അവന്റെ രോമകൂപങ്ങൾ അത് എടുത്തു പിടിക്കും. അങ്ങനെ അതിലൂടെ അവന്റെ തൊലിയും അവന്റെ ഹൃദയവും സിമ്പിളാവും, സോഫ്റ്റ് ആവും. എങ്ങനെ? വളയാത്തത് വളയുന്നർത്ഥം. ഇരുമ്പ് തീയിലിട്ട് ഉരുക്കിയാൽ നമ്മൾ പറയുന്നിടത്തിലേക്ക് അത് വളയുന്നില്ലേ, വളയ്ക്കുന്നില്ലേ കൊല്ലൻ? അതേപോലെ വളയാത്ത നട്ടെല്ലും അമരാത്ത ഹൃദയവും അല്ലാഹുവിലേക്ക് അതിങ്ങനെ സോഫ്റ്റായി മടങ്ങും. തഖ്ശഇറു ജുലൂദുൽ ലദീന യഖ്ശൗന റബ്ബഹും. അവന്റെ റബ്ബിലേക്ക് അതിങ്ങനെ മടങ്ങും. ഖുലൂബുഹും വജുലൂദുഹും ഇലാ ദിക്രില്ലാഹ്. തൊലിയും അവന്റെ ഹൃദയവും അള്ളാഹുവിനെ ഓർക്കുന്നതിൽ. അപ്പൊ ആ ഒരു പരുവത്തിലേക്ക് ഖുർആനിനെ നമ്മൾ മാറ്റണം നമ്മുടെ ജീവിതവുമായി. അതുകൊണ്ടാണ് ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയാണ് ഖുർആനിന്റെ സ്വാധീനത്തെ കുറിച്ച്, അൽ ഖുർആൻ ഹുവ ശിഫാഉ താം മിൻ ജമീഇൽ അദവാഇൽ ഖൽബിയ്യതി വൽ ബദനിയ്യതി. ഖുർആൻ എന്ന് പറയുന്നത് ഒരു വിശ്വാസിക്ക് എല്ലാ വിധത്തിലുമുള്ള മരുന്നാണ്, ശമനമാണ്. അത് മാനസികമോ ശാരീരികമോ ആകട്ടെ. ദുനിയവിയായതും പരലോകത്തേക്കുമുള്ളതായ എല്ലാ നിലക്കുമുള്ള ഒരു മരുന്നാണ് ഖുർആൻ. കാരണം എന്താ? അതിലെല്ലാ കാര്യങ്ങളും ഒരു മനുഷ്യന് വേണ്ടത് അല്ലാഹ് നിക്ഷേപിച്ചിട്ടുണ്ട്, ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഇതേപോലെ തന്നെ സഹോദരന്മാരെ, സഹോദരികളെ, ഹൃദയ വിശാലത ഉണ്ടാക്കി തരുന്ന മറ്റൊന്നാണ് അദ്കാർ, ദിക്റുല്ലാഹ്, അല്ലാഹുവിനെ ഓർമ്മിക്കുക. മുസ്ലിമിനെ പഠിപ്പിക്കപ്പെട്ടതുപോലെ സമയബന്ധിതമായി പോലും ദിക്റുകൾ പഠിക്കപ്പെട്ട ഒരു സമുദായം ആരാണുള്ളത്? നിങ്ങൾ നോക്കി, വീട്ടിൽ നിന്ന് രാവിലെ എല്ലാ സെറ്റപ്പോടും കൂടി ഇറങ്ങിയാലും എത്ര വലിയവനും എത്ര ചെറിയവനും എല്ലാ ബ്ലാക്ക് ക്യാറ്റിന്റെ ബുള്ളറ്റ് പ്രൂഫ് വാഹനങ്ങളോടുകൂടി ബ്ലാക്ക് ക്യാറ്റിന്റെ എല്ലാവിധ സംരക്ഷണത്തോടുകൂടി പുറത്തിറങ്ങുന്നവനും ഇതൊന്നുമില്ലാതെ ഉട്ടതും ഉടുത്ത് ഉള്ളതും കഴിച്ച് തന്റെ ആ ജീവിത ഉദ്ധാരണവും തേടി പുറത്തിറങ്ങുന്ന ഒരു സാധാരണക്കാരനും ഒരു വിശ്വാസിയാണ്. അവൻ എന്താ പറയുന്നത്? ബിസ്മില്ലാ തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. പടച്ചോനെ, നിന്റെ നാമത്തിൽ നിന്നിലെല്ലാം അർപ്പിച്ചു. ഇതൊക്കെ ഒരു ഭൗതികമായ ചെറിയ ടൂളാണ്, അതിനൊന്നും ഒരു പ്രസക്തിയില്ല. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. എല്ലാ കഴിവുകളും ശേഷിയും നിന്നെക്കൊണ്ടല്ലാതെ ഇല്ല. അല്ലാഹുവിനെ ഓർത്താന് ഒരു നന്മ, ഒരു നല്ല കാര്യം തുടങ്ങുമ്പോ ബിസ്മില്ലാ. അല്ലാഹുവിനെ അറിയാതെ അവർ ഒന്നും ഓർമ്മയില്ലാതെ ഒന്നുമില്ല. ഒരു ഹൈറവനിലേക്ക് വരുമ്പോ അൽഹംദുലില്ലാഹ്. എന്താണ് ബാത്റൂമിൽ പോലും മനുഷ്യനൊന്ന് ആശ്വാസകരമായി തന്റെ സ്വകാര്യതകൾ നിർവഹിക്കും കഴിഞ്ഞാൽ അവൻ എന്താ അല്ലാഹുവിനോട് പറയാ? ഗുഫ്രാനക്. സുബ്ഹാനല്ലാഹ്. നിങ്ങൾ ചിന്തിച്ചു നോക്കി, ദിക്റുല്ലാഹ്, അല്ലാഹുവിനെ കുറിച്ച് ഓർമ്മിക്കുന്ന ഒരാൾ, ആ ഓർമ്മിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അല്ലാഹ് പറയാ അത് നൽകുന്ന ഹൃദയ വിശാലതയും ഹൃദയത്തിലുണ്ടാകുന്ന സമാധാനവും ലോകത്ത് ഒരു റീൽസ് കണ്ടാലും നിങ്ങൾക്ക് കിട്ടുകയില്ല, ഒരു ഫിലിമും നിങ്ങൾക്ക് നൽകുകയില്ല, ഒരു സംഗീതവും നിങ്ങൾക്ക് പ്രദാനം ചെയ്യുകയില്ല. അല്ലദീന ആമനൂ വതത്മഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാഹ്. അല്ലാഹുവിൽ വിശ്വസിച്ച ആളുകൾ, അവരുടെ ഹൃദയങ്ങൾ അല്ലാഹുവിനെ ഓർക്കുമ്പോഴാണ് സമാധാനം കിട്ടുന്നത്. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. ഹൃദയങ്ങളെ ശാന്തമാക്കാൻ ദിക്റുള്ളക്കല്ലാതെ വേറെന്തിനാ സാധിക്കുക? സഹോദരന്മാരെ, ശരീരം തളരുമ്പോൾ ആഹാരം തേടുന്നത് പോലെ ആത്മാവ് തളരുമ്പോ അതിന് നൽകേണ്ട ആഹാരമാണ് ദിക്റ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, അല്ലാഹുവിനെ ഓർമ്മിക്കുന്നവരും ഓർമ്മിക്കാത്തവരും ജീവിച്ചിരിക്കുന്നവനെയും മരിച്ചവനെയും പോലെ വ്യത്യസ്തമാണ്.
അതേപോലെ തന്നെ ഹൃദയം ജീവിക്കണമെങ്കിൽ അതിൽ ദിക്റുണ്ടാകണം. സുബ്ഹാനല്ലാഹ്, വൽഹംദുലില്ലാഹ്, വലാ ഇലാഹ ഇല്ലല്ലാഹ് തുടങ്ങിയ ധാരാളം ദിക്റുകൾ. നമ്മുടെ ഒരു പണ്ഡിതനായ കവി പറഞ്ഞില്ലേ, ലാ ഹൗല ലേഹ്യം തിന്നലേറ്റം നല്ലതാ, അതിരാവിലെ തന്നാവുന്നതും അതി നല്ലതാ എന്ന് പറയുന്നുണ്ട്. ഒരു സാധാരണ പഴയ ആളുകളൊക്കെ ലേഹ്യം തിന്നാറുണ്ടായിരുന്നു നമ്മുടെ നാട്ടില്. അതേപോലെ രാവിലെയും വൈകുന്നേരം ഒക്കെ മറന്നുപോകാതെ കഴിക്കേണ്ട ലേഹ്യമാണ് ലാ ഹൗല എന്ന് പറയും. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന ദിക്ർ ഒരു ഉദാഹരണം മാത്രമാണ്. അതുകൊണ്ട് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ പറഞ്ഞതുപോലെ മീനിന് വെള്ളം എത്ര അനിവാര്യമാണോ അതുപോലെ ഒരു വിശ്വാസിയുടെ ഹൃദയത്തിന് ദിക്ർ അനിവാര്യമാണ്. ദിക്ർ എപ്പോ പോകുന്നോ അപ്പൊ ഹൃദയം മരിക്കും. ജീവനോടെ നടക്കുന്ന എന്നാൽ എന്നോ മരിച്ചുപോയ ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ ഒരുപാടുണ്ട്. എന്തേ മരിച്ചുപോയത്? ബ്രെയിൻ ഡെത്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇസ്ലാമിക ഭാഷയിൽ ഹൃദയം ഡെത്തായി പോയ ഒരുപാട് ആളുകൾ. ഇത് മരിച്ചതിന് തുല്യാണ്. അതിനെ ജീവിപ്പിക്കാനുള്ള ഏറ്റവും വലിയ ജീവിക്കാനുള്ള മരുന്ന് അത് ദിക്റുള്ളയാണ്. അത് നമ്മൾ വിടാൻ പാടില്ല. അതൊക്കെ നിങ്ങളൊന്ന് പ്രയോഗിച്ചു നോക്ക്. ഈ ഏത് പ്രതിസന്ധിയുടെ സമ്മർദ്ദങ്ങളിലും സന്തോഷത്തോടെ നടന്നു പോകാൻ നമുക്ക് സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം ആളുകളിൽ നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ പാലിച്ചു മാനിച്ചു മുഅ്മിനുകളായി മുത്തഖികളായി മുസ്ലിമീങ്ങളായി ജീവിച്ചു മരിക്കാൻ നിരന്തരം പഠിക്കണം, പരിശ്രമിക്കണം, പ്രാർത്ഥിക്കണം എന്നെന്നെയും നിങ്ങളെയും ഒരിക്കൽ കൂടി ഉപദേശിക്കുകയാണ്. സഹോദരന്മാരെ, ഹൃദയ വിശാലതയും ഹൃദയ ശാന്തിയൊന്നും ഒരാൾക്ക് സ്വയം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സംഗതിയല്ല. അത് അള്ളാഹ് തരേണ്ടതാ. അതിന് അള്ളാഹിനോട് ചോദിക്കണം. പ്രവാചകന്മാർ അള്ളാഹുവിനോട് ചോദിച്ചതാ. നമ്മൾ എന്നും ഖുതുബകളുടെ തുടക്കത്തിൽ കേൾക്കും, റബ്ബിശ്റഹ്ലി ഖാല റബ്ബിശ്റഹ്ലി സദ്രി വയസ്സിർ ലി അംരി. പടച്ചോനെ, നീ എന്റെ ഹൃദയത്തെ വിശാലാക്കണേ. നല്ലതും കറുത്തതും വെളുത്തതും ഒക്കെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു ലോകത്താണ് ഞാൻ ജീവിക്കുന്നത്. അതിലൂടെയൊക്കെ എനിക്ക് കടന്നു പോകണം. അതൊക്കെയും ഉൾക്കൊണ്ട് നിന്റെ മാർഗത്തിൽ ഉറച്ചു നിന്ന് നീ പഠിപ്പിച്ച നിലപാടുകൾ സ്വീകരിച്ച് പതറാതെ പോകാൻ നീ എന്റെ ഹൃദയത്തെ വിശാലാക്കണേ. അള്ളാഹ് മുഹമ്മദ് നബിക്ക് ചെയ്തു കൊടുത്ത വലിയ അനുഗ്രഹങ്ങൾ എണ്ണി പറയുന്നുണ്ട് ഖുർആനിൽ. അതിൽ ഒന്നാമത്തത് എന്താ? ഞാനും നിങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സൂറത്ത് അലം നശ്റഹ് ലക സദ്റക്. അള്ളാഹ് അങ്ങോട്ട് ചോദിക്കുക, നിനക്ക് ഞാൻ എന്താ തരാ? നീ ആരാ? നിന്നെ ഞാൻ കൈവിട്ടിട്ടില്ലല്ലോ എന്ന് പറയുന്ന ആ സൂറത്തിൽ ഒന്നാമത്തെ നിഅമത്ത് അല്ലാഹ് എന്നെന്തറിയോ? അലം നശ്റഹ് ലക സദ്റക്. നിന്റെ ഹൃദയം ഞാൻ വിശാലമാക്കി തന്നില്ലേ? അള്ളാഹിനോട് ചോദിക്കണം, അള്ളാഹുവിനോട് ചോദിക്കണം. പ്രവാചകർ എപ്പോഴും വിഷമം വരുമ്പോ നമ്മളെന്താ വിഷമം വരുമ്പോ ചെയ്യാ? നമ്മളെന്താ ചെയ്യാ? അള്ളാഹുവിന്റെ പ്രവാചകന്റെ പ്രയാസങ്ങൾ ഉണ്ടായിട്ടില്ലേ? ഉണ്ട്. പ്രവാചകന്റെ ജീവിതത്തിൽ ഒരുപാട് ടെൻഷൻ കടന്നുപോയി. നമ്മളൊന്നും ജീവിതത്തിൽ ഉണ്ടാകാത്ത ടെൻഷൻ. സ്വന്തം ഭാര്യയുടെ പേരിൽ വ്യഭിചാരാരോപണം കേൾക്കേണ്ടി വരുന്ന ഒരു കാലഘട്ടത്തിലൂടെ കടന്നുപോയിട്ടുണ്ട്. വിശുദ്ധയായ നമ്മുടെ മാതാവ് ആയിഷ റളിയല്ലാഹു അൻഹയുടെ ജീവിതത്തിലെ ഒരു ഇൻസിഡന്റ് കാരണം നിരപരാധിയാണ്. പക്ഷെ ടെൻഷന്റെ ഒരു കറുത്ത പുക ഒരുപാട് കാലം ആകാശത്തുണ്ടായിരുന്നു. അവസാനം അള്ളാഹുവിന്റെ വഹിയാകുന്ന പേമാരിയാണ് ആ അന്തരീക്ഷത്തെ ശുദ്ധമാക്കിയത്. ഹദീസുൽ ഇഫ്കിനെ കുറിച്ച് സൂറത്തുൻ നൂർ ഇറങ്ങുന്നത് വരെ പ്രവാചകനും ഭാര്യയും ഒക്കെ കുട്ടുസമായ ഒരു വിഷമത്തിലായിരുന്നു. അള്ളാഹുവിനോട് പ്രവാചകൻ എപ്പോഴും ചോദിക്കുന്ന പ്രാർത്ഥനകളിൽ നമ്മൾ കാണുന്നത് എന്താ? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസ്നി വൽ അജ്സി വൽ കസ്ലി വസൂഇൽ കിബ്രി വളഅദ് ദൈനി വഗലബത്തിർ റിജാൽ. എന്തൊക്കെയാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ എണ്ണി ചോദിക്കുക. നമുക്ക് അള്ളാഹിനോട് ചോദിക്കാൻ ഒരു മടി ഉണ്ടാവണ്ട. നബി ചോദിക്കാനേ, പടച്ചോനെ, ടെൻഷനിൽ നിന്ന്, ആകുലതകളിൽ നിന്ന്, ദുഃഖങ്ങളിൽ നിന്ന്
മടിയിൽ നിന്ന്, കടത്തിൽ നിന്ന്, ആളുകൾ എന്നെ അതിജയിച്ചു പോകുന്നതിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു. ലോകത്തെ ഏറ്റവും ശക്തിയുള്ള ആയുധം ഒരു മുഅ്മിനിന്റേത് പ്രാർത്ഥനയാണ്. സഹോദരന്മാരെ, അല്ലാഹ് ചോദിക്കുന്നുണ്ട് നമ്മളോട്, മാ യഅ്ബഉ ബിക്കും റബ്ബി ലൗലാ ദുആഉക്കും. നിങ്ങളുടെ പ്രാർത്ഥന ഇല്ലായിരുന്നെങ്കിൽ അല്ലാഹു നിങ്ങൾ എന്ത് പരിഗണിക്കും? അല്ലാഹ്ക്ക് ഇഷ്ടമാണ് ചോദിക്കുന്നത്. മനുഷ്യനും അള്ളയും തമ്മിലുള്ള വ്യത്യാസത്തിൽ പ്രധാനപ്പെട്ടത്, മനുഷ്യനോട് ആവർത്തിച്ച് ചോദിച്ചാൽ ഒരു പ്രാവശ്യം ചോദിച്ചാൽ ഓക്കെ, രണ്ടാമത്തെ പ്രാവശ്യം മൂന്നാമത്തെ പ്രാവശ്യം ചോദിച്ചാൽ അവർ അവോയ്ഡ് ചെയ്യും, വെറുക്കും. കംപ്ലൈന്റ് ബോക്സ് വരുന്നുണ്ട് എന്ന് പറയും. അള്ളാഹ് നേരെ മറിച്ചാ അവനോട് ചോദിക്കും തോറും അവൻ ആ അടിമയെ ഇഷ്ടപ്പെടും. ഉദ്ഊനി അസ്തജിബ് ലക്കും. അതുകൊണ്ട് ദുആ എന്ന ആയുധം, അതായത് നമുക്ക് വേണ്ടി നമ്മുടെ റബ്ബിന്റെ മുമ്പിൽ മറ്റെല്ലാ ഇടപെടലുകളെയും ഒഴിവാക്കി ഒരു ഫ്രീ ടൈം, അള്ളാഹുവിന് വേണ്ടിയുള്ള ഒരു പ്രൈവറ്റ് ടൈം നമ്മൾ ഉണ്ടാക്കണം നമ്മുടെ ജീവിതത്തിൽ. അങ്ങനെ നമ്മുടെ എല്ലാ ദുനിയാവും ആഖിറവും അടങ്ങുന്ന എല്ലാം അള്ളാഹുവിന്റെ മുമ്പിൽ വെക്കണം. അത് നല്ല ഒരു വഴിയാണ്. അത് നൽകുന്ന ഒരു വിശാലതന്റെ ഹൃദയത്തിന്. അതൊക്കെ കൂടെ എന്തെങ്കിലുമൊക്കെ മാത്രമേ ഈ ദുനിയാവിൽ ജീവിച്ചു പോകാൻ പറ്റുള്ളൂ. ദുനിയാവിൽ ഈ കാണുന്നതെല്ലാം ഉണ്ടാകും. ലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ എന്നുള്ള പറഞ്ഞില്ലേ? വിശപ്പ് കൊണ്ടും ദാഹം കൊണ്ടും ഭയം കൊണ്ടും മനുഷ്യന്മാരെ മരണപ്പെടുത്തിക്കൊണ്ടും ഒക്കെ അള്ളാഹ് നിങ്ങളെ പരീക്ഷിക്കും. അവിടെയൊക്കെ മുസ്ലിമായി കടന്നു പോകണം നമുക്ക്, മുഅ്മിനായി കടന്നു പോകണം നമുക്ക്. ഈമാൻ തെറ്റിപ്പോകാൻ പാടില്ല. പടച്ചോനെ, നീ ഇത്രയും ക്രൂരനാണോ എന്ന് അറിയാതെ ചോദിച്ചു പോകുന്ന ഒരു നിമിത്തം നമ്മുടെ മനസ്സിലൂടെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായി പോകാൻ പാടില്ല. അതിനെന്തു വേണം? അതിന് ഈ ഇൽമും ഈമാനും യഖീനും നമ്മൾ സദാ നടക്കണം. അതിലൂടെ മാത്രമേ ഈ മരണമെന്ന വാതിലിൽ എത്തുന്നത് വരെ ഈ വഴിയാത്രയിൽ കടന്നു പോകാൻ സാധിക്കുകയുള്ളൂ. ലാ ഫിറാറ മിൻ ദാലിക്. ഇതിൽ നിന്നൊന്നും നിങ്ങൾക്ക് ഓടി ഒളിക്കാൻ സാധിക്കുകയില്ല. ഒന്നുകിൽ നിങ്ങൾക്ക് മുഅ്മിനായി വിധേയനായ റബ്ബിന്റെ അടിമയായി അവിടെ എത്താം, അതല്ല അസ്വസ്ഥനായി ദൈവത്തിന്റെ കോപം സ്വീകരിച്ച് പരാജിതനായി അവിടെ എത്താം. രണ്ടായാലും നിങ്ങൾക്കൊരു മറ്റൊരു മടക്കം, മറ്റൊരു ഓപ്ഷൻ ഇല്ല. അതുകൊണ്ട് വിജയത്തിന്റെ വഴി സമർപ്പിതനായി അള്ളാഹുവിനെ കണ്ടുമുട്ടുകയാണ്. വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم اعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم اجعل هذا البلد بلدا آمنا وسائر بلاد المسلمين. اللهم احفظ الكويت ومن فيها. اللهم احفظ الكويت ومن فيها وما فيها يا أرحم الراحمين. اللهم اغفر لحينا وميتنا وشاهدنا وغائبنا وصغيرنا وكبيرنا وذكرنا وأنثانا. اللهم إن أحييته منا فأحيه على الإسلام ومن توفيته منا توفه على الإيمان. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا هب لنا من أزواجنا وذرياتنا وقرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وآخر دعوانا أن الحمد لله رب العالمين. أقم الصلاة.